ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണു. അപ്പോൾ ഇന്ന് രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞു ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരുന്നപ്പോൾ സമയത്താണ് ഇത് ഞൊട്ടങ്ങ ഇഷ്ടം പോലെ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. കുട്ടിക്കാലത്തൊക്കെ ഇത് കഴിച്ച ഓർമ്മകൾ പലർക്കും ഉണ്ടാവും അല്ലേ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അതുപോലെ തന്നെ ഇതിനിപ്പോൾ കുറേ ആരോഗ്യ ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വിത്തിനൊക്കെ വെക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ പൊറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ തയ്യാറാക്കണം. അതിന് വേണ്ടി ഒരു കൊത്തൻ ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. ഹസ്ബൻഡ് ആളുടെ കൂട്ടുകാരുടെ വീട്ടിൽ പോയപ്പം കൊണ്ടുവന്നതായിരുന്നേ. അപ്പോൾ അതിങ്ങനെ കൊത്തി കൊത്തി അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂഞ്ഞൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കൊത്തി കൊത്തി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതിയേ. അപ്പോൾ ഞാനിതേ വെള്ളമൊക്കെ ഒഴിച്ച് നല്ലതുപോലെ കഴുകിയെടുത്ത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മളിത് അടുപ്പത്ത് വെക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പും ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ബാക്കിയുള്ള സംഗതികൾ നമുക്ക് വറവിടുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ പയറും നമ്മൾ ചെറുപയറും കൂട്ടി വെക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. കൂട്ടി നമ്മൾ വറവിടുന്ന സമയത്ത് അങ്ങ് കൂട്ടി യോജിപ്പിച്ചാൽ മതി. അപ്പോൾ അത് അടുപ്പത്ത് വെച്ച് അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ഇൻറ്റീരിയർ വർക്കിൻ്റെ ആളുകൾ വന്നത്. അപ്പോൾ ഞാൻ പിന്നെ അടുപ്പത്ത് നിന്ന് അങ്ങ് മാറിക്കൊടുത്തു കേട്ടോ. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവർക്ക് ഞാൻ കുറച്ച് ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തു. നമ്മളിങ്ങനെ അടുക്കളയിൽ നിൽക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അത് വേണ്ടെന്ന് കരുതി ഞാനിൻ്റെ അതൊക്കെ അടുപ്പത്ത് അങ്ങനെ തീയൊക്കെ കെട്ടിട്ടുണ്ട്, വെന്തിട്ടുണ്ടോ തീയുണ്ടോ എന്ന് പിന്നെ നോക്കാൻ പോയിട്ടില്ല. അവർക്ക് കുറച്ച് ജ്യൂസും ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ പിന്നെ സമയം കുറേ ആയിട്ടുണ്ട്, 2 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഹോട്ടലിൽ പോയിട്ടോ അവരവിടെ നിന്ന് കഴിച്ചോളാമെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ അടുക്ക് ഹസ്ബൻഡ് സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ അവർ പോയ സമയത്ത് ഞാനിത് പിന്നെ വേറെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കറീൻ്റെ വലിയൊരു ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾക്ക്. ഇങ്ങനെ എന്തെങ്കിലും നല്ലൊരു ഉപ്പേരി ഉണ്ടായാൽ മതി. അപ്പോൾ അതൊക്കെ വറവിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പയറവിടെ വേവിച്ച് വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഇതേ കൊത്തൻ ചക്ക കുറച്ച് ഇട്ടു. അതുപോലെ തന്നെ പയർ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയറും കൂടി ഇങ്ങോട്ട് കൂട്ടി മിക്സ് ചെയ്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഇത് കഴിക്കാൻ. ഇത് എന്തെങ്കിലും ഒന്ന് ചേർത്ത് വെക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് വരട്ടെ, നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ ഇന്ന് പിന്നെ വേറെ വിശേഷം പറയാനുള്ളതെന്ന് വെച്ചാൽ ഹസ്ബൻഡ് ഈ വർഷം റിട്ടയർഡ് ആവുകയാണ്. അപ്പോൾ റിട്ടയർമെൻറ്റ് പാർട്ടി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ ഞാനൊക്കെ പോകുന്നുണ്ട്, വൈകുന്നേരമാണ്. പിന്നെ എൻ്റെ ചെറിയ മോന് സ്കൂൾ വിട്ട് വന്നിട്ട് വേണം പോവാൻ. പിന്നെ ഇന്ന് ഉണക്കമീനും ആണ്. അപ്പോൾ ഉണക്കമീൻ ഞാനേ കഴിക്കുള്ളൂ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. പിന്നെ ആരും ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒന്നാണ്. ഉച്ച സമയത്തൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഉണക്കമീനാണ്. പിന്നെ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പോൾ ഇവർ വന്നിട്ടുണ്ട്. ഇവരും ഭക്ഷണമൊക്കെ കഴിച്ച് അടുത്ത സാധനമൊക്കെ ആയിട്ട് അവർ കടയിൽ നിന്ന് ഉണ്ടാക്കി വെച്ചതാണ്. പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യേ വേണ്ടുള്ളൂ കേട്ടോ. ഇതങ്ങ് വെച്ചാൽ ഒരുപാട് ഉപകാരമാവും അല്ലേ. കുറേ പാത്രങ്ങളൊക്കെ അതിലങ്ങ് ഒതുങ്ങിക്കൊള്ളും. പിന്നെ അങ്ങനെ മോന് സ്കൂൾ വിട്ട് വന്നു. ചെറിയ മോനും ഞാനും ഉള്ളൂ കേട്ടോ വീട്ടിൽ. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി ഓട്ടോ വിളിച്ചിട്ട് ഹസ്ബൻഡിൻ്റെ സ്കൂളിലേക്ക് പോവാണ്. പിന്നെ ആൾ തന്നെ പറഞ്ഞയച്ചതായിരുന്നു ഓട്ടോ. അങ്ങനെ സ്കൂളിലേക്ക് അധികം ദൂരമൊന്നുമില്ല കേട്ടോ, ഒരു 3-4 കിലോമീറ്റർ ഉള്ളൂ. എനിക്ക് കൃത്യമായിട്ട് പറയാനറിയില്ല. ഏതായാലും അധികം ദൂരമൊന്നുമില്ല. അപ്പോൾ ഹസ്ബൻഡ് അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആൾ റിട്ടയർഡ് ആകുന്ന സമയത്ത് പ്രവർത്തകർക്കും അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന അധ്യാപകർക്കൊക്കെ വിളിച്ചിട്ട് ഒരു വിരുന്ന് കൊടുക്കുന്നൊരു ദിവസം ഉണ്ടാവുമല്ലോ അല്ലേ. ആ ഒരു ദിവസമാണ്. അപ്പോൾ ഞങ്ങളോട് വരാൻ പറഞ്ഞതായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സ്കൂളിൽ നിന്ന് ഇത് UP മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂളാണ്. അപ്പോൾ ഇവിടുന്ന് 5 പേരാണ് ഈ വർഷം റിട്ടയർഡ് ആവുന്നത്. പിന്നെ അപ്പോൾ അവരെല്ലാവരും കൂടി കൊടുക്കുന്നൊരു വിരുന്നാണ്. അപ്പോൾ കുറേ പേരൊക്കെ ഞങ്ങൾ വരാൻ വൈകിയിട്ടുണ്ട്. കുറേ പേരൊക്കെ വന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള അധ്യാപകരൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് നല്ല പരിചയപ്പെട്ടു, സംസാരിച്ചു. പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ട്, ബിരിയാണി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കപ്പ, പിന്നെ മീൻ കറി. പിന്നെ ഒരു ചപ്പാത്തി അൽഫാമും ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ബിരിയാണിത്തെ ഒരു മസാല കഷ്ണം എടുത്തു കേട്ടോ. ഭക്ഷണമൊക്കെ സൂപ്പറായിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒക്കെ. പിന്നെ അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും പിന്നെ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ കുറേ വൈകി ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ്. ഹസ്ബൻഡിൻ്റെ കൂടെയാണ് പിന്നെ തിരിച്ച് പോകുന്നത്. അപ്പം വേറൊരു സ്കൂളിൽ വർക്ക് ചെയ്ത സമയത്ത് അവിടുത്തെ ഒരു ദീപ്തി ടീച്ചർ ഉണ്ടായിരുന്നു. അവരെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവർ ഒരു ഗിഫ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം സത്യം പറയുന്നത് തുറന്ന് നോക്കിയ സമയത്ത് തേടിയ വള്ളി കാലിൽ ചുറ്റിയ പോലെ ആയിട്ടോ. ഞാൻ തലേ ദിവസം ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുള്ളൂ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫ്ലാസ്ക് വാങ്ങണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആഴ്ച ഞങ്ങൾ ടൂറ് പോകുന്നുണ്ട്, ഗോവയിലേക്കാണ്. സ്കൂളിലത്തെ സ്റ്റാഫ് കൊണ്ടുപോവാണ്. റിട്ടയർഡ് ആകുമ്പം അവരെ ഭാഗമായിട്ട് അവർ കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ ഞാനും പോകുന്നുണ്ട്, ഞങ്ങൾ 2 പേരും. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ഫ്ലാസ്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് മോന് ഹോസ്റ്റലിൽ നിൽക്കുന്നതുകൊണ്ട് അവന് കൊടുത്തയച്ചതാണ്. അപ്പോൾ നമുക്കൊരു ഫ്ലാസ്കിൻ്റെ ഒരു ആവശ്യം ഇങ്ങനെ പോവാതുകൊണ്ട്
തോന്നി. അപ്പം ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുള്ളൂ. ശരിക്കും ഇത് ഒരുപാട് സന്തോഷമായിട്ടോ നല്ലൊരു ഫ്ലാസ്ക് കിട്ടിയത്. അങ്ങനെ വീട്ടിലെ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ ഇഷ്ടംപോലെ പണികളുണ്ട്. നമ്മൾ പണിക്കാരെ വീട്ടിൽ തന്നെ ആക്കി പോയതായിരുന്നേ. അവർ പോകുന്ന സമയത്ത് വാതിലടിച്ച് അവരോട് പോകാൻ പറഞ്ഞതായിരുന്നു കേട്ടോ, അവരെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം. അങ്ങനെ അടുക്കളയിലത്തെ കുറച്ചൊക്കെ ഏകദേശം പണികളൊക്കെ തീർത്ത് പോയിട്ടുണ്ട്. ഇനി നമുക്കുള്ള പണി അടിച്ച് വാരാൻ തുടക്കാൻ ഇങ്ങനത്തെ പണികളൊക്കെ നല്ല പൊടി ഉണ്ട് ഇവിടെയൊക്കെ. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ.